The area of an equilateral triangle of altitude √3 is dash. അപ്പോൾ നമുക്കിവിടെ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് അത് √3 ആണെന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണമെങ്കിൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം. ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ്, അതുകൊണ്ട് 3 വശങ്ങൾക്ക് ഒരേ നീളമാണ്. നമുക്കതിൻ്റെ ഒരു വശം എ എന്ന് എടുക്കാം. ഒരു വശം എ യൂണിറ്റ് ആയിട്ടുള്ള ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് എന്ന് പറയുന്നത് √3/2a ആയിരിക്കും. ഓർക്കുക, ഒരു വശം എ യൂണിറ്റ് ആയിട്ടുള്ള ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് √3/2a ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഹൈറ്റ് തന്നിട്ടുണ്ട് √3, അതുകൊണ്ട് √3/2a = √3 എന്ന് എടുക്കുക. ഇത് സിംപ്ലിഫൈ ചെയ്ത് എ കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടുന്ന് √3/2നെ മറുസൈഡിൽ കൊണ്ടുവരണം. മറുസൈഡിൽ ചെല്ലുമ്പോൾ √3/2ൻ്റെ റെസിപ്രോക്കൽ എഴുതുക. അതായത് a = √3 × √3/2ൻ്റെ റെസിപ്രോക്കൽ 2/√3 എന്നാവും. അതായത് √3 ക്യാൻസൽ ചെയ്തിട്ട് 2 എന്ന് കിട്ടും. അതായത് a 2 യൂണിറ്റ്സ് ആണ്. ഇനി ഏരിയ കാണാനായിട്ട് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പ്രത്യേക ഇക്വേഷൻ ഉണ്ട്. √3/4a² ആണ്. എ ഒരു വശത്തിൻ്റെ നീളമായിട്ടുള്ളത്. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ √3/4a². ദാറ്റ്സ് ഈക്വൽ ടു √3/4 × ഇവിടെ എയുടെ വാല്യൂ 2 ആണ്. ഇപ്പോൾ 2², ഈ 2² 4 ക്യാൻസലായി പോകും. 2² 4 തന്നെയാണല്ലോ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലാവും. പോയിട്ട് ഏരിയ √3 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി √3. ഇനി സാധാരണ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ അതുപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. a = ½ BH. ഇതുപയോഗിച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ½ × ബേസിന് പകരം ഈ എയുടെ വാല്യൂ കൊടുത്താൽ മതി. അതായത് 2 × h ഹൈറ്റ് √3, ഓൾട്ടിറ്റ്യൂഡ് √3 ആണ് നൽകിയിട്ടുണ്ട്. √3 ഇവിടെയും 2ഉം 2ഉം ക്യാൻസലാവും. ഉത്തരം √3 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഏത് രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും ഒരേ ഉത്തരം തന്നെയാണ് √3. ശരി ഉത്തരം ഓപ്ഷൻ ബി. If the common ratio of the geometric sequence P, Q, R, etc. is R, then the common ratio of the geometric sequence 1/p², 1/q², 1/r², etc. is dash. അപ്പോൾ P, Q, R, etc. ഇങ്ങനെ ഒരു GP നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് R ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് 1/p², 1/q², 1/r² എക്സെട്ര ഈ GPയുടെ കോമൺ റേഷ്യോ എത്രയെന്ന് കണ്ടുപിടിക്കണം. ഒരു GPയുടെ കോമൺ റേഷ്യോ കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് Q/P ആണ് ഇവിടുത്തെ കോമൺ റേഷ്യോ R എന്ന് കിട്ടിയിരിക്കുന്നത്. Q/P R ആണ്. അപ്പോൾ ഇവിടെ കോമൺ റേഷ്യോ കാണാൻ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേമായ 1/q² ഫസ്റ്റ് ടേമായ 1/p² കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഈ ഛേദത്തിൽ വരുന്ന ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക. അതായത് 1/q² ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ വരുമ്പോൾ p²/1 എന്ന് വരും. അതായത് p²/q² എന്നാവും. p²/q² നമുക്ക് p/q² എന്ന് എഴുതാമല്ലോ. നമുക്ക് Q/P = R എന്ന് ആദ്യത്തെ ഭാഗത്തുനിന്ന് കിട്ടി. Q/P R ആണെങ്കിൽ P/Q എന്ത് വരും? P/Q എന്ന് പറയുന്നത് ആറിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. കാരണം Q/Pയുടെ റെസിപ്രോക്കലാണ് P/Q. അപ്പോൾ P/Q ആറിൻ്റെ റെസിപ്രോക്കൽ, അതായത് 1/R ആയിരിക്കും. അപ്പോൾ p/q² എന്നുള്ളത് 1/Rൻ്റെ സ്ക്വയർ വരും, അതായത് 1/R². അപ്പോൾ നമുക്ക് വേണ്ട ഉത്തരം 1/R² ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. The diameter of a sphere whose surface area and volume are numerically the same is dash. ഇവിടെ ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയയും വോളിയവും തുല്യമാണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഏരിയ = 4πr² ആണ്. അതുപോലെ വോളിയം കാണാനുള്ള ഇക്വേഷൻ V = 4/3πr³ ആണ്. ഇതിൽ 6 ആ സ്ഫിയറിൻ്റെ റേഡിയസും. നമുക്ക് 6 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 6ൻ്റെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ ഡയമീറ്റർ കിട്ടും. അപ്പോൾ നമുക്ക് ഏരിയയും സർഫസ് ഏരിയയും വോളിയവും തുല്യമായതുകൊണ്ട് 4πr² =
4/3 പൈ ആർ ക്യൂബ് എന്നെടുക്കാം. നമുക്ക് രണ്ട് സൈഡിലും 4π ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ r² ഈക്വൽ ടു r³ 3 എന്ന് വരും. അല്ലെങ്കിൽ ഈ 3 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3r² ഈക്വൽ ടു r³ എന്നാവും. രണ്ട് വശവും ഈ r³ കൂടെ നമുക്ക് വേണമെങ്കിൽ r² × r എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈസ് 3r² ഈക്വൽ ടു r² × r എന്ന് എഴുതാം. ഇനി രണ്ട് വശത്തുനിന്നും r² ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 3 ഈക്വൽ ടു r, അല്ലെങ്കിൽ റേഡിയസ് 3 ആണെന്ന് കിട്ടും. അപ്പോൾ ഡയമീറ്റർ എത്ര വരും? റേഡിയസിൻ്റെ ഇരട്ടി, അതായത് 6 cm. അപ്പോൾ ഡയമീറ്റർ 6 യൂണിറ്റ്സ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി, 6 യൂണിറ്റ്സ്. If the mean of x and 1/x is a, then the mean of x² and 1/x² is dash. ഇവിടെ എക്സിൻ്റെയും 1/xൻ്റെയും മീൻ മീൻസ് ആവറേജ്, അതായത് എക്സിൻ്റെയും 1/xൻ്റെ ആവറേജ് എ ആണെന്നാണ് തന്നിരിക്കുന്നത്. എക്സിൻ്റെയും 1/xൻ്റെ ആവറേജ് കാണാൻ എന്ത് ചെയ്യണം? എക്സും 1/xും കൂടെ കൂട്ടി അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് എ എന്ന് നൽകിയിരിക്കുന്നത്. നമുക്ക് x²ൻ്റെയും 1/x² ആവറേജ് കാണണം. അതായത് x² + 1/x²/2 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x + 1/x/2 ഈക്വൽ ടു എയിൽ നിന്നും നമുക്ക് x + 1/x കിട്ടുമല്ലോ. x + 1/x ഈക്വൽ ടു 2 × a, 2a എന്ന് കിട്ടും. അപ്പോൾ x + 1/xൻ്റെ വാല്യൂ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് x² + 1/x² വാല്യൂ കണ്ടുപിടിക്കാം. അതായത് x² + 1/x² ഈക്വൽ ടു x + 1/x (² - 2 ആണ്. ഇക്വേഷൻ ഓർത്തിരിക്കണം. x² + 1/x² ഈക്വൽ ടു x + 1/x (² - 2). x + 1/xൻ്റെ വാല്യൂ 2a ആണ്. അപ്പോൾ നമുക്കിവിടെ 2a എന്ന് കൊടുക്കാം. 2a (² - 2) എന്ന് വരും. 2a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയറും എയുടെ സ്ക്വയറും. 2ൻ്റെ സ്ക്വയർ 4, എയുടെ സ്ക്വയർ a². ദാറ്റ് ഈസ് 4a² - 2 എന്ന് കിട്ടും. നമുക്ക് വേണമെങ്കിൽ 2 കോമൺ എടുക്കാം. അതായത് 2 × 2a² - 1 എന്ന് വരും. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4a² - 2 എന്നായിക്കോളും. അപ്പോൾ x² + 1/x² വാല്യൂ കിട്ടി. ആ വാല്യൂ നമുക്കിവിടെ കൊടുക്കാം. 2 × 2a² - 1/2. 2ഉം 2ഉം ക്യാൻസലാവും, പോയിട്ട് ഉത്തരം 2a² - 1. അപ്പോൾ x²ൻ്റെയും 1/x²ൻ്റെയും ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് 2a² - 1 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. x⁻⁴ ഈക്വൽ ടു 2, then the value of x is dash. ഇവിടെ തന്നിരിക്കുന്നത് നോക്കുക. x⁻⁴ അങ്ങനെ പവർ x അങ്ങനെ പോവുകയാണ്. ഇതിൻ്റെ വാല്യൂ ആണ് 2 എന്ന് നൽകിയിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഓർക്കുക x⁻⁴ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാർട്ടിൻ്റെ വാല്യൂവും 2 എന്ന് കൊടുക്കാം. അതായത് നമുക്ക് x⁻⁴ ഈക്വൽ ടു 2 ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ഈ പവറിൻ്റെ പാർട്ടിന് നമുക്ക് 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇതെന്താവും? x⁻² ഈക്വൽ ടു 2 എന്ന് വരും. x⁻² ഈക്വൽ ടു 2 ആണെങ്കിൽ x എന്താവും? 2ൻ്റെ സ്ക്വയർ റൂട്ട്, അതായത് √2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ √2 വരും. ശരി ഉത്തരം ഓപ്ഷൻ എ, √2.